എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാൻഡ് 2 എന്നാലും ഇവിടെ എപ്പിസോഡ് 58 ഒക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ വാങ്ക്യൂവർ ഒറ്റയ്ക്ക് 3 എസൻഷ്യൽ വേസ്റ്റിനെ എതിർത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് വാങ്ടോങ് അവിടെ അപ്പോഴാണ് പറയുന്നത് ആ സ്പിയർ ഡ്രാഗന്റെ 49ാമത്തെ റിബിൽ നിന്നുണ്ടാക്കിയതാണ് ആ സ്പിയർ. അവളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വാങ്ക്യൂവർ അവിടെയുള്ള ബീസ്റ്റിനെല്ലാം ഈവിൾസിന്റെ പിടിയിൽ നിന്നും മോചിതരാക്കാൻ അതിനാണ്. അത് മനസ്സിലാക്കിയിട്ട് ജേനറ്റോടാകുമ്പോൾ യുഗ വന്നിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നെക്രോമൻസറി പവർ അതെടുക്കുന്നു. അതുപയോഗിച്ച് അവിടെയുള്ള ബീസ്റ്റ് സ്പിരിറ്റുകളെല്ലാം പ്യൂരിഫൈ ചെയ്യാനായിട്ട് തുടങ്ങി. അതുപയോഗിച്ച് അവിടെയുള്ള ബീസ്റ്റ് സ്പിരിറ്റുകളെല്ലാം പ്യൂരിഫൈ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് നടക്കുന്നത് മനസ്സിലാകാതെ ഈവിൾ സ്പിരിറ്റ് ആ സോൾ മാസ്റ്റേഴ്സ് എല്ലാം എസ്കേപ്പ് ആകാൻ നോക്കി പോയിസൺ ഫോം ഉപയോഗിച്ച് രണ്ടുപേരെ പിടിക്കാൻ നോക്കുമ്പോൾ അതാണ് ഇത് ഡേഞ്ചർ പ്ലേസ് ആണ്, അവരെ വിട്ടേക്ക്. അത് കഴിഞ്ഞ് സ്പിരിറ്റായ മെയിൽ ബിയറിന്റെ അടുത്ത് ഫീമെയിൽ ബിയർ വന്ന് അവർക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, ഡെഡായാലോ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ അവരുടെ അവസാന മൊമെന്റ്. അത് കഴിഞ്ഞ ആ സോള് അതില്ലാതായി. ഈവിൾ സോൾ മാസ്റ്റേഴ്സ് വളരെ ക്രൂവലാണെന്ന് പറയുമ്പോൾ നമ്മൾ സോൾ ബീസ്റ്റിനെയും കൊല്ലുന്നുണ്ട് എന്ന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വാങ്ങിക്കുവാറ്. അത് കേട്ട് കായ് എനിക്ക് വിശ്വാസമുണ്ട് സോൾ മാസ്റ്റേഴ്സ് പുതിയൊരു ഹിസ്റ്ററി ഉണ്ടാക്കും, സോൾ ബീസ്റ്റുകൾ ഇവിടെ കാണുകയും ചെയ്യും. യുഹാവനോട് ചോദിക്കുമ്പോൾ അവന്റെ പ്ലാൻ സോൾ സ്പിരിറ്റ് കോൺട്രാക്ട് അതാണ് സംഭവം. ഷൂനുവിനെ കാണിച്ച് അത് കണ്ടവിടെ അത് സ്നോ ബോർഡ്സ് ആണ് എന്നത് വാങ്ങിക്കുവാറിന് മനസ്സിലായി. ഇവളാണ് ഒരേ ഒരു ഹോപ്പ്, സോൾ മാസ്റ്റേഴ്സും സോൾ ബീസ്റ്റും തമ്മിലുള്ള കോഎക്സിസ്റ്റൻസ് അത് നടക്കാൻ ആ സോൾ സ്പിരിറ്റ് കോൺട്രാക്റ്റിൽ മാത്രമേ കഴിയൂ. അത് സോൾഡർക്ക് മാത്രമല്ല അതിന്റെ ലൈഫ് കൂടി സംരക്ഷിക്കും. അത് സ്പ്രെഡാക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവനൊന്ന് തെളിയിക്കട്ടെ, അതിനുമ്പോൾ അവനൊരു സോൾഡർ നോപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. ആ ഫീമെയിൽ ബിയറിന് പരിക്ക് പറ്റിയത് കൊണ്ട് വെറുതെ പോകാൻ വാങ്ങിട്ടോങ്ങിന് കഴിഞ്ഞില്ല. അവൾ അതിൻ്റെ അടുത്തിട്ടില്ലുമ്പോൾ ഷൂന് മെഡിക്കൽ കിറ്റുമായിട്ട് വന്ന് അവർ ചേർന്നെല്ലാം മുറിവ് മാറ്റുന്നു. എനിക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവില്ലല്ലോ എന്നാണോ വാങ്ങിക്കോറ് ചിന്തിക്കുന്നത്. ഇവൾ ആരാണെന്നും എന്തുകൊണ്ട് വാങ്ങിട്ടോങ്ങിനെ പോലെ ഇരിക്കുന്നു എന്നും ബീസ്റ്റുകളെ കൊല്ലുന്നുമുണ്ട്. അതുപോലെ അവരെ കൂടെ വരാനും കഴിയുന്നു. അതിന് കാരണം എന്തെന്ന് പോകുകയും മനസ്സിലാക്കാം. അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഭാര്യം പറഞ്ഞ് അതിൻ്റെ അമ്മയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ കടന്നുപോയി, മറ്റവരെ കടന്നുപോയി. അവർ കോർ ഏരിയയിൽ എത്താറായി എന്ന് മനസ്സിലായി. എന്തൊരു സൗണ്ട്. യുഹാവ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ അവിടെ 4 ബീസ്റ്റുകൾ തമ്മിൽ ഫൈറ്റാണ്. എന്നാൽ 4 3 ഷാഡോ ആണ്. വാങ്ക്യൂർ അപ്പോഴാണ് അത് 10,000 വർഷം പ്രായമുള്ള സിൽവർ എലൈറ്റ് ബീസ്റ്റാണ്. എതിരേറ്റ് അതേ പ്രായമുള്ള വൂൾഫേപ്പും. അതൊരു 3rd ടയർ ഏൻഷ്യന്റ് ബീസ്റ്റാണ്. ഇതുള്ളത് റൂമർ മാത്രമാണ്. അതവർക്ക് എങ്ങനെ അറിയാമെന്ന്, അതായത് അവൾക്ക് എങ്ങനെ അറിയാമെന്ന് ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല. അത് മെന്റൽ ടൈപ്പ് സോൾ ബീസ്റ്റാണ്. ആ വൂൾഫേപ്പ് അതിന് ഡാർക്ക് പവർ കൂടിയുണ്ട്. അത് ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ചങ്ങല പോലുള്ളത് വെച്ച് സിൽവർ എലൈറ്റ് ബീസ്റ്റിനെ ലോക്കാക്കി. എന്നാൽ അതേ സ്കിൽ യൂസ് ചെയ്ത് അവരെയും ആ ഷാഡോ യൂണിക്ക്. അതുകൊണ്ട് ഇത് വൂൾഫിന്റെ സ്കില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ സ്കില്ലാണ്. ഇതിന്റെ പറയുന്ന പേരാണ് റബ്ബിംഗ് ഓഫ്. ഓപ്പോണന്റ് ഉപയോഗിക്കുന്ന സ്കില്ല് കോപ്പി ചെയ്ത് അതേപോലെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ അതിനെ അടിച്ചിട്ട് നല്ല പരിക്കായത് കൊണ്ട് തന്നെ അതും വീണു ഡെഡാകാറായി എന്ന് പറയുമ്പോൾ ദേശീയമാണ് വാങ്ങിക്കോറ് ആ വൂൾഫേപ്പിന് കൊല്ലാനായിട്ട് പോയി. അത് ഒരെണ്ണമാണ് 3ആയിട്ട് ട്രാൻസ്ഫോം ആക്കിയതാണ്. അവന്റെ മെന്റൽ ടൈപ്പ് സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഈ ലോകത്തുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടിയാണ്. യുഹാവ അതിനോട് സംസാരിക്കാനായിട്ട് പോകുന്നു. എന്തിന്? സോൾ സ്പിരിറ്റ് കോൺട്രാക്റ്റിന് വേണ്ടി. വാങ്ക്യൂർ ആ വോൾഫായിട്ട് ഫൈറ്റ് ചെയ്യുക. അത് ഓടിപ്പോകാൻ നോക്കുമ്പോൾ എന്നാൽ പിറകെ പോയി അതിനെ കൊല്ലാൻ നോക്കുവാണ്. സ്പീറൊക്കെ യൂസ് ചെയ്ത് എന്നത് മാറി. എങ്കിലും വീട്ടിൽ അവളുടെ 4ാമത്തെ സോൾ സ്കില്ല് ഡ്രാഗൺ കിട്ട് എന്ന് പറഞ്ഞൊരു സ്കില്ല് യൂസ് ചെയ്യുന്നു. അതിനെ ലോക്കാക്കി. എന്നിട്ട് അതിനെ കൊന്നു. അതിന് സോൾ ബോൺ കിട്ടി. ഇത്രയധികം ദേഷ്യം വരെ എന്താണോ കാണിച്ച്. അതൊരു ബീസ്റ്റുകൾ തമ്മിലുള്ള ഫൈറ്റ് ആണല്ലോ, നോക്കാം. അതിനോട് യുഹാബ വാങ്ങത്തോട് കൂടി സോൾ സ്പിരിറ്റ് കോൺട്രാക്റ്റിനെ പറ്റി സംസാരിച്ചു കൊടുക്കുന്നു. അതിന്റെ റിയൽ ബോഡി ഇല്ലാതാകും, എന്നാൽ മറ്റൊരു ഫോം ഉണ്ടായിരിക്കും, അതിലൂടെ ജീവിക്കാം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഷൂനിനെ വെച്ച് അത് സമ്മതിക്കുകയും ചെയ്തു. അവൾക്കും ഹാപ്പി, അവർക്കും ഹാപ്പി. യുഹാബ ആദ്യമായിട്ടാണ് അത് ചെയ്യാൻ പോലെ. മുൻപൊരു നെക്രോമൻസർ ആയിരുന്നു. ഇത് ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാണ് ചെയ്യാൻ തുടങ്ങി. യുഹാബ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർ ടെൻഷനായിട്ട് നോക്കുവാണ്. അവനൊരു ഫോർമേഷൻ ഉണ്ടാക്കി എന്തോ കാണിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ള സ്റ്റിക്ക് അതൊരു സോഡായിട്ട് മാറി അതൊരു പോയിന്റിലും കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതുപോലെ അതിനും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ പറ്റുന്നുണ്ട്. അതിനോട് റിലാക്സ് ചെയ്യാൻ പിന്നെ വിശ്വസിക്കുന്നതൊക്കെ പറയുകയാണ്. എന്നാൽ അതിന്റെ ജീവൻ പോകുന്ന രീതിയിലായിരുന്നു. അതിന് വെപ്രാളം. അവർക്കും ടെൻഷനായിട്ട് അതിനോട് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. എങ്കിലും അതിന് വെപ്രാളം കൊണ്ട് തന്നെ നടക്കുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല അവന്റെ കോൺട്രാക്ട് ഫോർമേഷൻ അത് ബ്രേക്ക് ആകാൻ തുടങ്ങി. ഒരു ഗോളം പോലുള്ളത് ഫില്ലാകുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല, മുഴുവനായിട്ട് അത് ബ്രേക്കായി. ആൾറെഡി വീക്കായിരുന്ന ബീസ്റ്റ് അത് ഡെഡുമായി. അവൻ ഫെയിലായി എന്ന് പറയാണ്. കായ വന്നിട്ട് ഇതിൽ തുടക്കമല്ലേ. അതുമല്ല, ആ ബീസ്റ്റ് ഇതിന്റെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല. അവസാന നിമിഷത്തെ പിന്മാറി. അവന്റെ മെന്റൽ ടൈമിനെ പറ്റി സോൾഡിങ് ആയതുകൊണ്ട് തന്നെ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സോൾ ബോൺ ചോദിക്കുമ്പോൾ നിനക്കത് എന്ത് ചെയ്യാം. അങ്ങനെ അവനത് ചെയ്തു കഴിഞ്ഞ്. എന്നാൽ സോൾ സ്പിരിറ്റ് കോൺട്രാക്ട് ഫെയിലായി. അവൻ സോൾ കിങ്ങുമായി.
അവരോട് പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ ഇതൊന്നും വാങ്ക്യൂവറിന് ഇഷ്ടപ്പെടാത്ത പോലെ അവർ ഇവിൾ സോൾ മാസ്റ്റേഴ്സിനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന സ്യൂട്ടബിളായി സോൾ കിട്ടി യുഗാവനോട് നന്ദിയൊക്കെ പറഞ്ഞു വരുന്നു. അപ്പോഴാണ് ഒരു ആൾക്കൂട്ടം എന്തെന്നറിയാമെന്ന് നോക്കുമ്പോൾ അവിടെ ജൂച്ചനും അതുപോലെ വെയ്സിയും അവരെ കണ്ട് ഹാപ്പി. അവർ നടന്നു പോകുന്നു. അവർ വന്നത് ടാങ്സിറ്റ് ജോയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് അവൻ ചാടുന്നു. അത്ര ഹാപ്പി. ജൂച്ചന് പറയുന്നുണ്ട് സ്ട്രോങ് ആയ ആളുമായിട്ട് ചലഞ്ച് അവൻ സെറ്റാക്കെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവിടെ ഒരുത്ത യുഗാവന്റെ പേരും പറഞ്ഞ് ഗ്രിൽഡ് ഫിഷ് അത് വിൽക്കുന്നുണ്ട്. എവിടെയോ കണ്ടുപോലെ ടാങ്സിറ്റിന്റെ അവിടെ എല്ലാവരും ഉണ്ട്. അവരും അകത്തേക്ക് പോയി. അവിടെ അകത്തെല്ലാം കണ്ട് വെയ്സി അതിശയിച്ചു. അത് പറയുന്നുണ്ട് ടാങ്സെറ്റിലേക്ക് വന്നതിൻ്റെ നന്ദി പറയുമ്പോൾ അതിന് ഞാൻ വേർത്തിയല്ല. യുഹാവ പറഞ്ഞിട്ടുണ്ട് ജൂസനോട് ബെയ്യാണ് ഈ ടാങ്സെറ്റിലെ സ്ട്രോങ്സ്റ്റ് ആയ ആള്. അത് കിട്ടാൻ അവൻ ചലഞ്ചിന്റെ കാര്യം പറയുമ്പോൾ സമ്മതിച്ചു. അവർ പിന്നെ അരീനയിലേക്ക് കയറി റെഡി. ബേസി മനസ്സിൽ അവൻ്റെ കൂടെയുള്ള ജേർണിയിൽ അവൻ്റെ സോഡ് സ്പിരിറ്റിനെ പറ്റി ഞാൻ മനസ്സിലാക്കി. ടാങ്സെറ്റിലെ സ്ട്രെങ്ത് അതെനിക്ക് അറിയണം. അവൻ സോഡ് എടുത്ത് നിൽക്കുമ്പോൾ നീ സോഡ് ഇതുവരെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞ് അവൻ ജഡ്ജ്മെന്റ് സോഡ് എടുത്ത് കൊടുത്തു. ലെവൽ 8 സോൾ ടൂളാണല്ലോ. അവനത് നോക്കിയിട്ട് ഇത് സ്യൂട്ടബിളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നന്ദി പറഞ്ഞ് എടുത്ത് റെഡി. അവരുടെ ഫൈറ്റ് പിന്നെ തുടങ്ങി. ബേബി ഫസ്റ്റ് സോൾ സ്കിൽ എടുത്ത് തണ്ടർ ഡ്രാഗൺ ക്ലാ അത് ഉപയോഗിച്ച് അവരുടെ ഫൈറ്റ് അതേം കട്ടക്കിട്ടൊക്കെ വരുന്നു. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം അടിയന്. ഒരാൾ മാർഷൽ സോള് ഒരാൾ സോൾ ടൂള്. അങ്ങനെ പോയി എന്നാൽ ഇടയ്ക്ക് വെച്ച് ബേബി മുന്നിലേക്ക് ഇറങ്ങിയിട്ട് തുടങ്ങി. അങ്ങനെയാണല്ലോ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ നോക്കിയിട്ട് രണ്ടാമത്തെ സോൾ സ്കില്ല് അവൻ വീഴുന്ന രീതിയിൽ എന്തെങ്കിലും അടിച്ചിട്ട് എങ്കിലും അവൻ തോൽവി സമ്മതിച്ചില്ല. ജഡ്ജ്മെന്റ് സോഡ് അത് 3 ആക്കിയിട്ടത്. ഇപ്പോഴാണ് അത് 3 സോഡാണ് എന്നത് മനസ്സിലായി. അങ്ങനെ സെറ്റ് ചെയ്യപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയോ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.